प्रेमप्रदानैकविचक्षणाभ्याम् अनन्यभक्तैर्विवन्दिताभ्याम् मदीयचित्तासनशोभिताभ्याम् नमो नमः प्रेमिकपादुकाभ्याम्। जय गौर सद्गुरुनाथ महाराज की जय। എട്ടാമത്തെ സ്കന്ധം. ഇതിൽ മന്വന്തരങ്ങളെക്കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നു. മന്വന്തരം പറയുന്നത് ഒരു കാലത്തിൻ്റെ അളവാണ്. 71 ചതുർയുഗം ഒരു മന്വന്തരം എന്നാണ് പറയുന്നു. ഇപ്പോൾ 6 മന്വന്തരം കടന്നു. 7ാമത്തെ മന്വന്തരത്തിൽ 28ാമത്തെ കലിയുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഓരോരോ മന്വന്തരത്തിലും ഭഗവാൻ ഓരോരോ അവതാരം ചെയ്തു എന്നാണ് ഇവിടെ ശുകാചാര്യൻ എടുത്തു പറയുന്നു. ഇതിൽ ആദ്യത്തെ മന്വന്തരം സ്വയംഭുവ മന്വന്തരം. ഈ മന്വന്തരത്തിൽ ഭഗവാൻ സ്വയംഭൂമനുവിൻ്റെ പേരക്കുട്ടിയായി തന്നെ ജനിച്ചു. കാരണം സ്വയംഭൂമനുവിന് അറിയാം തൻ്റെ മകൾക്ക് ഭഗവാൻ തന്നെ പുത്രനായി ജനിക്കാൻ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? പണ്ട് ഒരു നിയമം വച്ചിരുന്നു. ആൺകുട്ടികൾ ഇല്ലാത്തവർ എന്ത് ചെയ്യും? പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവൾക്ക് ഉണ്ടാവുന്ന ആൺകുട്ടിയെ നമ്മൾ രണ്ടുപേരും പുത്രനായി സ്വീകരിക്കും. അതാണ് ദത്തുപുത്രനായി സ്വീകരിക്കും. അസ്യാമ്യോ ജായതേ പുത്രഃ സനഃപുത്രോ ഭവേദിതി എന്നാണ് നിയമം. അങ്ങനെ തൻ്റെ പെൺകുട്ടിയായ ആഭൂതിയെ രുചി എന്ന പേരിൽ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവിടെ യജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. ഈ സ്വയംഭൂമനു ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ മന്ത്രം പറഞ്ഞ് നൈമിഷാരണ്യത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈശാവാസ്യ ഉപനിഷത്തിൽ ഈശാവാസ്യം എന്നാണ് തുടങ്ങുന്നു. ഇവിടെ ആത്മാവാസ്യം ഇതം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ബുദ്ധീഷാമാകൃത കസ്യസ്വിദ്ധനം. ഈ ലോകം മുഴുവനും ആ ഭഗവാനാണ് വ്യാപിച്ചിരിക്കുന്നു. ആ ഭഗവാനക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് നമ്മൾ സ്വീകരിക്കണം. എന്ത് സ്വീകരിച്ചാലും ആദ്യം ഭഗവാനക്ക് സമർപ്പിച്ചിട്ട് പ്രസാദമായി സ്വീകരിക്കണം. തേന ത്യക്തേന ബുദ്ധീഷാഹ. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് ഒരു 2 ആൾക്കാർക്ക് പങ്കുവച്ചിട്ട് പിന്നെ സ്വീകരിക്കണം. മാകൃത. അടുത്തവരുടെ ധനത്തിന് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ തുടങ്ങുന്ന മന്ത്രങ്ങളാണ്. ആ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുമ്പോൾ ചില അസുരന്മാർ സ്വയംഭൂമനന്റെ വധിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ യജ്ഞൻ എന്ന പേരുള്ള ഭഗവാൻ അവരെ വധിച്ചു എന്നാണ് സ്വയംഭൂമനന്റെ കഥനം. പിന്നെ 2ാമത്തെ മന്വന്തരം സ്വാരോചിഷ മന്വന്തരം. ഈ മന്വന്തരത്തിൽ വേദശിരസ് എന്ന പേരുള്ള ഋഷിക്കും അവരുടെ ഭാര്യ തുഷിത എന്നാണ് പേര്. ഇവർ രണ്ടുപേർക്കും ഭഗവാൻ വിഭു എന്ന പേരിൽ അവതരിച്ചു. തസ്യാം യജ്ഞേ തതോ ദേവോ വിഭുരിത്യഭിവിശ്രുതഃ. ഈ അവതാരത്തിൽ ഭഗവാൻ ബ്രഹ്മചര്യവ്രതം ചെയ്തു കാണിച്ചു. അൺവശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. ബ്രഹ്മചര്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വിവാഹം കഴിക്കാതിരുന്നാൽ ബ്രഹ്മചര്യം. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും ബ്രഹ്മത്തിൽ, ബ്രഹ്മം പറഞ്ഞാൽ വേദം, വേദം അല്ലെങ്കിൽ പുരാണം, ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരാണ് ബ്രഹ്മചാരി. അങ്ങനെ 88,000 88,000 ബ്രഹ്മചാരികളാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നു. പിന്നെ 3ാമത്തെ മന്വന്തരം ഉത്തമം എന്ന പേരുള്ള മന്വന്തരം. ഇവരൊക്കെ പ്രിയവ്രതന്റെ പുത്രന്മാരാണ്. ഉത്തമ താമസൈതി മന്വന്തരാധിപതയ എന്ന് പറയുന്നുണ്ട്. ഈ മന്വന്തരത്തിൽ സൂദൃത ധർമ്മൻ ദമ്പതിമാർക്ക് ഭഗവാൻ സത്യസേനൻ എന്ന പേരിൽ അവതരിച്ചു. ഈ അവതാരത്തിൽ അനൃതവ്രത ദുശ്ശീല അസതോ യക്ഷരാക്ഷസാണ്. അനൃതവ്രത ദുശ്ശീല, അസത്യം പറഞ്ഞ കള്ളം പറഞ്ഞ ദുഷ്ടന്മാരെ വധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭഗവാന്റെ പേരാണ് സത്യനാരായണൻ. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര ഈ പ്രദേശങ്ങളിൽ വെളുത്ത വാവ് ദിവസം, പൗർണമി ദിവസം സത്യനാരായണ പൂജ ചെയ്യാറുണ്ട്. സത്യനാരായണ പൂജയിൽ പ്രധാനം സത്യം പറയുന്നതാണ് പ്രധാനം. സത്യനാരായണ പൂജ പറഞ്ഞിട്ട് പൂജ മാത്രം ചെയ്ത് പിന്നെ കള്ളം പറഞ്ഞാൽ അത് ഭഗവാനക്ക് ഇഷ്ടാവില്ല. സത്യനാരായണ ഭഗവാനക്ക് സത്യം പറയുന്നതാണ് പ്രധാന പൂജ. അനൃതം വ്രതം
ചില ആളുകൾ നുണ പറയുന്നതിനെ വ്രതമായി വച്ചിരിക്കുന്നവരുണ്ട്. കോടതിയിൽ കയറി ഗീതാ പുസ്തകം തൊട്ട് ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് പറഞ്ഞ് ആരാണ് കള്ളം പറയുന്നുവോ അവരാണ് അമൃതവ്രതന്മാർ. അങ്ങനെ ഉള്ള ദുഷ്ടന്മാരെ കള്ളസാക്ഷി പറഞ്ഞവരെ വധിച്ചു എന്നാണ് പറയുന്നു. പിന്നെ 4-ാമത്തെ മന്വന്തരം ഉത്തമന്റെ ഭ്രാത താമസൻ എന്ന പേര്. ഈ മന്വന്തരത്തിൽ ഹരിനി ഹരിമേധസ് പേരുള്ള ദമ്പതിമാർക്ക് ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു. ഈ ഭഗവാനാണ് ഗജേന്ദ്രനെ രക്ഷിച്ചു പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുന്നു, ഈ ഗജേന്ദ്രമോക്ഷം വിസ്തരിച്ച് പറയണം. ബാദരായണ ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിര്യഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമമോമുചത് തത്കഥാ സുമഹത്പുണ്യം ധന്യം സ്വസ്ത്യേനം ശുഭം യത്ര യത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയത്തെ ഹരി. ഈ ഹരിനാമത്തിനും ഹരിഭഗവാനക്കുള്ള പെരുമ ഭക്തന്മാർ പാടുന്നു. ഹരിനാമാഷ്ടകം അതിൻ്റെ ഗുരുനാഥൻ ഹരിനാമത്തിൻ്റെ പെരുമ പറയുന്ന ഒരു 8 ശ്ലോകം. രാവിലെ എണീറ്റ് എല്ലാവരും ഹരി ഹരി 7 പ്രാവശ്യം ജപിക്കണം പറയുന്നുണ്ട്. ഹരിർ ഹരിർ ഹരിർത്തി സപ്തകൃത്വ സ്മരേദ്ഭുത. ഹരി മുഖേ മന ഹരി മുഖേ മന ഹരി മുഖേ മന ഹരി മുഖേ മന पुण्याती गणना तो न करी देवाती द्वारी वो भाषण करी देवाती द्वारी वो भाषण करी तेने मुक्ति तारी साधी गेल्या अतोनी संसारी जिह्वे वेदु करी वेद शास्त्र उभारी वाक्य सदा. देवाची द्वारी उभाक्षणघरी ज्ञानदेव माने व्यासाची गुण द्वारके चराना पांडव घरी देवाची द्वारी उभाक्षणघरी हरि मुखे मना हरि मुखे मना ഹരി മുഖേ മാന ഹരി മുഖേ മാന. സംസ്കൃതത്തിൽ ഭണതി, ഭണതി പറഞ്ഞാൽ ഭണം വ്യക്ത പറയുന്നു എന്നർത്ഥം. അതാണ് മറാഠി ഭാഷയിൽ മഹന എന്ന് പറയുന്നത്. നമ്മുടെ ദേശത്തിൽ എങ്ങനെയാണോ ഈ ജ്ഞാനപ്പാന സഹസ്രനാമം എല്ലാവരും ചൊല്ലുന്നുവോ അതുപോലെ മഹാരാഷ്ട്ര പ്രദേശത്തിൽ ഹരിപാഠ് എന്ന് പറയും. കൃഷിസ്ഥലത്തിലുള്ളവർ പോലും സന്ധ്യാസമയമായാൽ അവർ ആ ഹരിപാട്ട് എടുത്തു പഠിക്കും. ജ്ഞാനേശ്വരൻ പേരുള്ള മഹാത്മാവാണ് സാക്ഷാത് ഭഗവാന്റെ അവതാരം. ജ്ഞാനേശ്വരി ഗീതാവ്യാഖ്യാനം എഴുതിയ മഹാത്മാവാണ് അദ്ദേഹം. ഹരിപാട്ട് എന്ന് പറയുന്ന കുറച്ച് പാട്ടുകൾ, ഒരു 40 പാട്ടുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ടാണ് ഹരിനാമത്തിൻ്റെ പെരുമ പറയുന്ന പാട്ട്. ഹരി മുഖേ മന ഹരി മുഖേ മന. ഹരി ഹരിന്ന് ആരാണ് പറയുന്നുവോ അവരുടെ പുണ്യം കണക്ക് ചെയ്യാൻ പറ്റില്ല. പുണ്യാചി ഗണന കോണകരി. ആരാണത് കണക്ക് ചെയ്യാൻ പറ്റും? ആ ഭഗവാന്റെ മുന്നിൽ ഹരിഭഗവാന്റെ അമ്പലം ഹരിദേവ് മന്ദിരം വൃന്ദാവനത്തിലുണ്ട്. അത് പറയുന്നത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ദ്വാരത്തിൽ നിന്നാ മതി. ദേവാചിയേ ദ്വാരി ഉഭാക്ഷണഹരി. ഒരു ക്ഷണം ആ ഭഗവാന്റെ മുന്നിൽ നിന്നാ മതി. ഇവിടെ ഭഗവാന്റെ മുന്നിൽ ഒരു ക്ഷണം നിന്നാ മതി. എന്ത് ചെയ്യും ഭഗവാൻ? തേനെ മുക്തി ചാരി സാധിയേല്യ. 4 വിധമായ മുക്തിയും കൊടുക്കും എന്നാണ് പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇതാണ് 4 വിധമായ മുക്തി. സാലോക്യം പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിൽ വസിക്കുന്നതാണ്. ഭഗവാന്റെ ലോകത്തിൽ വസിച്ചാലും ഭഗവാന്റെ അടുത്തിരിക്കാതെ ദൂരത്തിൽ അവസാനത്തെ ചേരലിരുന്നാൽ അത് അത്ര സൗകര്യം ഉണ്ടാവില്ലേ, ഭഗവാനെ കാണാം. അതുകൊണ്ട് 2ാമത്തെ മുക്തി സാമീപ്യം. ഭഗവാന്റെ ലോകത്തിലും ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു മുക്തിയാണ് സാമീപ്യം.
പിന്നെ ഭഗവാനെ പോലെ തന്നെ രൂപം ചതുർഭുജ ശംഖചക്ര ഗതാപത്മധാരിയായിട്ടുള്ള രൂപം സാരൂപ്യം. പിന്നെ ഭഗവാനായിട്ട് തന്നെ മാറുന്നതാണ്. അങ്ങനെ 4 വിധമായ മുക്തി ഭഗവാൻ കൊടുക്കും. അസോണി സംസാരി എപ്പോഴും നമ്മുടെ ഹാർട്ട് ഇവിടെ ശബ്ദം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ നമ്മുടെ വായിൽ രാമ 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 ഹരി 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 എന്തെങ്കിലും ഒരു ഭഗവാന്റെ നാമം ജപിച്ച് അഭ്യാസം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നാമം ജപിച്ചിരിക്കുന്ന ഒരു ഭക്തൻ ചിലപ്പോൾ തൻ്റെ കാര്യങ്ങൾ മറന്നുപോയാൽ അവൻ്റെ കാര്യം ഭഗവാൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത്. വേദശാസ്ത്രഭൂഭാരി വാക്യസദാ, വേദശാസ്ത്രങ്ങളൊക്കെ അവനെ നിയമിക്കുന്നില്ലേ? ഇതൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നരസിംഹം പറയേണ്ടി വരും. നരസിംഹമേത്ത എന്ന പേരുള്ള ഭക്തൻ ഗുജറാത്തിൽ ഇരുന്ന ഭക്തനാണ്. വൈഷ്ണവജനത്തോ തേനെ കഹിയേ ജയ പരായി പീഡ ജാനേ രേ, വൈഷ്ണവജനത്തോ തേനെ കഹിയേ. ആരാണ് ഭക്തൻ? ഈ പാട്ടിൽ പറയണം, ജയ പരായി, അടുത്തവൻ്റെ ദുഃഖം ആരാണ് മനസ്സിലാക്കുന്നുവോ അവനാണ് ഒറിജിനൽ ഭക്തൻ. ഇങ്ങനെ പല ഭക്തന്റെ ലക്ഷണം അദ്ദേഹം പറയുന്നു. ഈ പാട്ട് ഗാന്ധിജിക്ക് വളരെ ഇഷ്ടമാണ്. ഈ പാട്ട് പാടിയ മഹാത്മാവാണ് നരസിംഹ മേത്ത. മേത്ത പറയുന്നത് ഒരു ജാതി പേരാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൽ പോവാതെ ഇടയിൽ തോട്ടത്തിൽ കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കും. കളിക്കുന്നു പറഞ്ഞാൽ സാധാരണ കളിയിലെ ഭഗവാന്റെ നാമം ചൊല്ലി കളിച്ചുകൊണ്ടിരിക്കും. അച്ഛനമ്മമാരിലെ ഏട്ടനും ഏടത്തിയമ്മയുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഏടത്തിയമ്മ സ്കൂൾ ഉപാധ്യായനോട് ചോദിച്ചു, നരസിംഹ മേത്ത നരസി എങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഉപാധ്യായൻ പറഞ്ഞു, സ്കൂൾ വന്നിട്ട് 1 മാസമായി, എന്താ അസുഖമാണോ ചോദിച്ചപ്പോഴാണ്, എല്ലാ ദിവസവും സ്കൂളിൽ ഡബ്ബ ഭക്ഷണമൊക്കെ മേടിച്ചു കൊണ്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ നോക്കുമ്പോഴാണ് സ്കൂളിൽ പോകുന്ന വഴി ഇടയിൽ തോട്ടത്തിൽ ഇരുന്ന് കുട്ടികളോട് നാമം ജപിച്ചുകൊണ്ട് കളിക്കുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. കുട്ടികളുടെ നാമം ജപിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏടത്തിയമ്മ പറഞ്ഞു, ഇന്ന് നമുക്ക് ഭക്ഷണമില്ലേ, മര്യാദയ്ക്ക് പഠിച്ചു വരൂ. ഇത് പറഞ്ഞപ്പോൾ കുട്ടിക്ക് സങ്കടമായി. നേരെ കാട്ടിലേക്ക് ചെന്നു. രാത്രിയായപ്പോൾ ക്രൂരമൃഗങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ പേടിച്ച് അവരെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ശിവക്ഷേത്രത്തിൽ ശിവലിംഗം മാത്രമേ ഉണ്ടായിരുന്നു. ആ ശിവലിംഗം കട്ടിപ്പിടിച്ച് ഭഗവാനെ രക്ഷിക്കണേ പറഞ്ഞ് ആ കുട്ടി ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ എന്താ, ഈ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. കുട്ടീനൊക്കെ എന്താണ് വേണം ചോദിച്ചു. അപ്പോൾ മഹാദേവനോട് പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല മധുരമാണ് ഇഷ്ടം, ഏറ്റവും സൂപ്പർ സ്വീറ്റ് ഏതാണോ ആ മധുരം എനിക്ക് വേണം. മധുരം വേണം പറഞ്ഞപ്പോൾ മഹാദേവൻ വരൂ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി നേരെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയെ മഹാദേവൻ. അവിടെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ രാസലീല നടക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഗോപികമാരോട് ഭഗവാൻ രാസലീല ചെയ്യുന്ന സമയത്ത് ഈ നരസിയും മഹാദേവനെയും അതോ വരൂ വിളിച്ചപ്പോൾ അടുത്ത ക്ഷണം നരസിയും ഒരു പെൺകുട്ടിയായി മാറി. മഹാദേവനും ഗോപേശ്വര മഹാദേവൻ ഗോപിയായി മാറി.
അവർക്കും മാളമൊക്കെ അണിയിച്ച് പിന്നെ ചന്ദനം കൊടുത്തു, താമ്പൂലമൊക്കെ കൊടുത്തു രാസലീലയിൽ ഭഗവാൻ പങ്കെടുപ്പിച്ചു. കാരണം രാസലീലയാണ് ഏറ്റവും മധുരം എന്നാണ് ഭക്തന്മാർ പാടുന്നു. അഹോ മധുര അഹോ മധുര 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 ഹോ രാധാകൃഷ്ണ രാസലീല മധുര മധുര ഹോ. അഹോ മധുര 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 ഹോ രാധാകൃഷ്ണ രാസലീല മധുര മധുര ഹോ. മുരളീധര മോഹന വംശി മധുര മധുര ഹോ രാധാകൃഷ്ണ രാസലീല മധുര മധുര ഹോ. ശ്രീനന്ദനന്ദന ഇന്ദു മുഖച്ഛവി മധുര മധുര ഹോ രാധാകൃഷ്ണ രാസലീല മധുര മധുര ഹോ. രാധാകൃഷ്ണ രാസലീല മധുര മധുര ഹോ. ഭഗവാന്റെ രാസലീലയാണ് ഏറ്റവും മധുരം. ആ രാസലീലയിൽ പങ്കെടുത്തു, തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, നല്ല സൂര്യൻ്റെ വെളിച്ചം തലയിൽ തട്ടിയപ്പോഴാണ് ആ കുട്ടി ഉണർന്നപ്പോഴാണ് ഉറക്കം എന്ന് പറഞ്ഞു. സ്വപ്നത്തിലാണെന്ന് തോന്നി. മഹാദേവന്റെ വിഗ്രഹം കെട്ടി ഉറങ്ങിയല്ലേ, സ്വപ്നത്തിൽ മഹാദേവൻ കൊണ്ടുപോയി അങ്ങനെയാണ് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഭഗവാൻ അണിയിച്ച മാല കൊണ്ട്, ഭഗവാൻ ചാർത്തിയ ചന്ദനവും ഭഗവാൻ സമർപ്പിച്ച ചന്ദനമൊക്കെ ഉണ്ട്. സ്വപ്നമാണോ? ചിലപ്പോൾ സ്വപ്നമാവില്ലേ, അത് അനുഭവം, ദിവ്യ അനുഭവമാണ്. പിന്നെ ആ കുട്ടി പാടാൻ തുടങ്ങി. നരസിംഹമേത്താണ് വലിയ ഭക്തനായി മാറി. അദ്ദേഹത്തെ അച്ഛൻ്റെ ശ്രാദ്ധം, പിതൃശ്രാദ്ധം ശ്രദ്ധയോട് ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. അതൊക്കെ ഇപ്പോൾ കലോക്കിലായി ചാത്തം നമ്മൾ പറയുന്നു. അത് ചാത്തമില്ല, ശ്രാദ്ധം ശ്രദ്ധയോട് ചെയ്യേണ്ട കാര്യമാണ്. അച്ഛൻ്റെ പിതൃശ്രാദ്ധം വന്നപ്പോൾ നെയ്യ് വാങ്ങാൻ വേണ്ടി അടുത്തുള്ള കടയ്ക്ക് ചെന്നു. കടയിൽ ചെന്നപ്പോൾ ആ വഴിക്കൂടി ചില ഭക്തന്മാർ നാമം ജപിച്ചു പോകുന്നു വൃന്ദാവനത്തിലേക്ക്. ജയ് ജയ് ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ, ജയ് ജയ് ഗോവിന്ദ ജയ ഹരി ഗോവിന്ദ, ഗോവിന്ദ രാധേ ഗോപാല രാധേ, ഗോവിന്ദ രാധേ ഗോപാല രാധേ. അങ്ങനെ നാമം ജപിച്ച് ചില ഭക്തന്മാർ വൃന്ദാവനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവരോടൊപ്പം ഇദ്ദേഹവും പോയി. ശ്രാദ്ധം മറന്നു. പക്ഷേ എന്തായി, വേറെ നരസിംഹമേത്ത അവിടെ വന്നു. കൃത്യമായി നെയ്യ് മേടിച്ച് വീട്ടിൽ ചെന്ന് ശ്രാദ്ധമൊക്കെ ചെയ്തു. പിന്നെ ഭാര്യയ്ക്ക് 1 മാസത്തിന് വേണ്ട അരി, പരിപ്പ് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊടുത്തു. വൃന്ദാവനം പോയിട്ട് വരാൻ പറഞ്ഞ് പോയി. ഒറിജിനൽ നരസിംഹമേത്ത അവിടെ ഭഗവാന്റെ അവതാര ക്ഷേത്രം, ഭഗവാൻ ലീലയാടുകളെ ആ ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്ത് വീണ്ടും ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നു, ശ്രാദ്ധത്തിന് നെയ്യ് വാങ്ങാൻ വന്ന് ഞാൻ അത് മറന്നുപോയല്ലോ എന്ന് ഭാര്യയുടെ അടുത്ത് വന്ന് കരഞ്ഞു. ഞാൻ അച്ഛൻ്റെ ശ്രാദ്ധം മറന്നുപോയല്ലോ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ മറന്നിട്ടില്ലേ, ശ്രാദ്ധം വേണ്ട വിധത്തിൽ ചെയ്തു. 1 മാസത്തിന് വേണ്ട അരി പരിപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ബാക്കിയുണ്ടല്ലോ എന്ന് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ പോയ ശേഷം ഭഗവാനാണ് എൻ്റെ രൂപത്തിൽ എൻ്റെ അച്ഛനക്ക് ശ്രാദ്ധം കൂട്ടിയത്. അപ്പോൾ എന്ത് ചെയ്തു, എന്നെക്കാൾ ഭാഗ്യവതി എൻ്റെ ഭാര്യയാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നല്ലോ. ധന്യാസി മമ പത്നീത്വം ദൃഷ്ടവത്യസി മാധവം എന്ന് തൻ്റെ ഭാര്യയെ നമസ്കരിച്ചു അദ്ദേഹം. അപ്പോൾ ഇവിടെ പറയുന്നു ഭാഗവതത്തിൽ, നകിങ്കരോ നായ മൃണീച്ച രാജന്. ഭഗവാന്റെ ഭക്തന്മാർ ഈ വേദശാസ്ത്രം നിയമിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ശാസ്ത്രകാര്യങ്ങൾ മറന്നുപോയാലും അവർക്ക് വേണ്ട കാര്യം ഭഗവാൻ സ്വയം നോക്കിക്കോളും. അതിനെന്ത് ചെയ്യണം, എപ്പോഴും നാമം ജപിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ഇത് ഞാനായിട്ട് പറയുന്നില്ലേ, വ്യാസൻ പറഞ്ഞതാണ്, ഞാൻ പറയുന്നു എന്നാണ് ജ്ഞാനേശ്വര സ്വാമികൾ പറയുന്നു. ജ്ഞാനദേവമാനേ വ്യാസാചിയേ തുണേ ദ്വാരകേച്ചരാണ പാണ്ഡവഘരി. ദ്വാരകേച്ചരാണ, ദ്വാരകാധീശൻ, ദ്വാരകയുടെ രാജാവാണ് ശ്രീകൃഷ്ണൻ. പാണ്ഡവന്മാരുടെ വീട്ടിൽ കുതിരയെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം, അവർക്ക് ഡ്രൈവർ ഇല്ല, പറഞ്ഞാൽ ഞാൻ ഡ്രൈവറായി വരാൻ പറഞ്ഞ് സാരഥ്യം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഭഗവാൻ പാണ്ഡവന്മാരുടെ വീട്ടിലിരിക്കാൻ കാരണം അവർ ചെയ്യുന്ന നാമജപമാണ്. അപ്പോൾ നാമജപമാണ് വേണം. ആ ഹരിഭഗവാന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നു.
ഈ സാധാരണ കഥയ്ക്ക് ഫലശ്രുതി ശുകാചാര്യനായി പറയാറുള്ളൂ. ഇവിടെ പരീക്ഷിത്ത് ആദ്യം കഥയുടെ ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് പറയുന്നു, തത് കഥാസു മഹത് പുണ്യം ധന്യം. ഭഗവാന്റെ കഥകൾ ഏറ്റവും പുണ്യമുള്ള കഥയാണ്. പിന്നെ ധനവും സ്വസ്ഥ്യം മംഗളങ്ങളൊക്കെ തരുന്ന കഥയാണ്. ഈ ഗജേന്ദ്ര മോക്ഷത്തെ വിസ്തരിച്ച് പറയണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ 3 അധ്യായത്തിൽ ഇവിടെ വർണ്ണിക്കുന്നു. ആസീത് ജൈവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ